കത്തോലിക്ക സഭയിലെ അതിശക്തമായ ആത്മീയ കവചങ്ങളിലൊന്നായിട്ടും പലർക്കും അധികം അറിയാത്ത ഈശോയുടെ തിരുഹൃദയ ഉത്തരീയം ഈ തിരുഹൃദയ മാസത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ചർച്ചയാകുന്നു. കർമ്മല മാതാവിൻ്റെ ഉത്തരീയം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഈ തിരുഹൃദയ ഉത്തരീയത്തിൻ്റെ ഉത്ഭവത്തെയും അതുവഴി നടന്ന അത്ഭുതങ്ങളെയും കുറിച്ചുള്ള പുതിയ പഠനങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ഫ്രാൻസിലെ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച ദർശനങ്ങൾ മുതൽ മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക അംഗീകാരം വരെ നീളുന്ന വലിയൊരു ചരിത്രം ഈ കൊച്ചു ഉത്തരീയത്തിന് പിന്നിലുണ്ട്. ഈ ഉത്തരീയം ധരിക്കുന്നവരെ തൊടാൻ സാത്താന് കഴിയില്ല. 1674 ജൂലൈ 2 ഈശോ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് തൻ്റെ തിരുഹൃദയം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ വാഗ്ദാനം നൽകിയത്. എൻ്റെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഞാൻ സ്നേഹം നിറയ്ക്കും. അവരുടെ ഉള്ളിലെ എല്ലാ തെറ്റായ ചിന്തകളെയും ഞാൻ നശിപ്പിക്കും. തുടർന്ന് വിശുദ്ധയും കൂടെയുണ്ടായിരുന്നവരും ഈ രൂപം തുണിയിൽ തുന്നിയുണ്ടാക്കി ധരിക്കാൻ തുടങ്ങി. 1720 ഫ്രാൻസിലെ മാഴ്സൽസെൽസിൽ ഭീകരമായ പ്ലേഗ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ അന്നത്തെ ബിഷപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ ഈ ഉത്തരീയം ധരിക്കുകയും അത്ഭുതകരമായി ആ നഗരത്തിൽ നിന്ന് പ്ലേഗ് ബാധ അവസാനിക്കുകയും ചെയ്തു. 1870 വാഴ്ത്തപ്പെട്ട പിയൂസ് 9 മാർപ്പാപ്പ ഈ ഭക്തികർമ്മത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി. അന്ന് അദ്ദേഹം ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഞാൻ ഈ തിരുഹൃദയ രൂപത്തെ ആശീർവദിക്കുന്നു. ഇനിമേൽ ഈ മാതൃകയിൽ നിർമ്മിക്കുന്ന എല്ലാ ഉത്തരീയങ്ങൾക്കും ഒരു വൈദികൻ്റെ പ്രത്യേക ആശീർവാദം ആവശ്യമില്ലാത്ത വിധം ഈ അനുഗ്രഹം നിലനിൽക്കും. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രതീകമായി ഈ ഉത്തരീയം ധരിക്കുന്നവർക്ക് യാതൊരുവിധ ദ്രോഹവും വരുത്താൻ സാത്താന് സാധിക്കില്ല. 1876 ഫ്രാൻസിലെ പെല്ലിവോയ്സിനിൽ എസ്തല്ല ഫുഗാറ്റ എന്ന സ്ത്രീക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഈ ഉത്തരീയം ധരിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു വശത്ത് ഈശോയുടെ തിരുഹൃദയവും മറുവശത്ത് കാരുണ്യത്തിന് മാതാവായ മറിയത്തിൻ്റെ രൂപവുമുള്ള ഒരു ഉത്തരീയം അമ്മ അവൾക്ക് കാണിച്ചു കൊടുത്തു. 1900 എസ്തല്ല ഈ ഉത്തരീയം ലിയോ 13 മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വത്തിക്കാനിലെ തിരുക്കർമ്മങ്ങൾക്കായുള്ള തിരുസംഘം ഇതിന് പൂർണ്ണ അംഗീകാരം നൽകുകയും ചെയ്തു. പെല്ലിവോയ്സൻ മരിയൻ ദർശനങ്ങൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് അടുത്തിടെ വത്തിക്കാൻ പുറത്തിറക്കിയ ഔദ്യോഗിക കത്തിൽ കർത്താവിൻ്റെ സ്നേഹനിർഭരമായ ഈ തിരുഹൃദയത്തിലേക്ക് തിരിയാനുള്ള ആഹ്വാനമാണ് മറിയത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ആത്മീയ ആയുധമായും ദൈവകൃപയുടെ പ്രതീകമായും ഈശോയുടെ തിരുഹൃദയ ഉത്തരീയം ധരിക്കാനോ കൈകളിൽ കരുതാനോ കത്തോലിക്ക സഭ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു.